ഹായ്, വെൽക്കം ടു ഓൾ. എല്ലാവർക്കും ക്രോഷ്യോ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ആദ്യം തന്നെ എല്ലാവർക്കും നട്ട ദിവസമാണ്, അതുകൊണ്ട് നട്ടദിന ആശംസകൾ. എല്ലാവരും അടിച്ചു കൊടുക്കുക. ഓക്കെ, നമ്മൾക്കിന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ട്യൂട്ടോറിയൽ എന്ന് പറയുന്നത് ഇന്ന് ഒരു റോസാണ്. റോസും അതിൻ്റെ കൂടെ ഒരു ഇലയുടെ പുറത്തിരിക്കുന്ന റോസ് തന്നെ. ചെടികൾ എങ്ങനെയാണ് റോസ് നിൽക്കുമ്പോൾ നമുക്ക് തോന്നാൻ അത് തന്നെ സംഗതി. ഓക്കെ, ഈ റോസ് ഉണ്ടാക്കുന്നത് പഠിക്കാൻ നമ്മൾക്ക്. then ഈ മുല്ലപ്പൂ ഉണ്ടാക്കുന്നത് പഠിക്കാം. ഇനിയിപ്പോൾ ഓണമൊക്കെ അല്ലേ, മുല്ലപ്പൂ കിട്ടിയില്ലെങ്കിൽ ഈ മുല്ലപ്പൂ ഉണ്ടാക്കി നമുക്ക് തലയിൽ വയ്ക്കുമ്പോൾ ഒറിജിനലായിട്ടിരിക്കും. ആർക്കറിയില്ല ഇത് മുല്ലപ്പൂവാണെന്നുള്ള. അടുത്ത് വന്നങ്ങനെ തൊട്ട് നോക്കുമ്പോഴേ അറിയുള്ളൂ. ഓക്കെ, ഞങ്ങളിവിടെ ബോംബെയിലുള്ളവർക്കൊക്കെ ചിലപ്പോൾ മുല്ലപ്പൂ ചിലപ്പം എല്ലാ സ്ഥലത്തും അവൈലബിൾ അല്ലെന്ന് കാണും. അപ്പോൾ ഞങ്ങൾക്ക് ഇതൊക്കെ യൂസ് ചെയ്യാം. ഇവിടെ ആൾക്കാർ ഗജറ എന്നും പറഞ്ഞിട്ട്, ഇതിന് ഗജറ എന്നാണ് പറയുന്നത് ഹിന്ദിയിൽ, എല്ലാവരും യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, ഞാൻ കൂടുതൽ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ആദ്യം ചെയ്യുന്നത് ഇതാണ്. ഇതിൻ്റെ ഈ ഇലയാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. ഓക്കെ, അതിനായിട്ട് നമ്മൾക്ക് മാജിക് സർക്കിളാണ് ആദ്യം ഇടേണ്ടത്. മാജിക് സർക്കിൾ ഇടുമ്പോൾ ഞാൻ പലതിലും നേരത്തെയുള്ള വീഡിയോസിലൊക്കെ മാജിക് സർക്കിളാണ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും ആരെങ്കിലുമൊക്കെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഓക്കെ. അപ്പോൾ മാജിക് സർക്കിൾ നമ്മളിങ്ങനെ നമ്മുടെ എടുത്തു നൂലിനെ ഈ നമ്മുടെ ഈ രണ്ട് വിരലില്ലേ, ആദ്യത്തെ രണ്ട് വിരൽ, ഈ രണ്ട് വിരലിൽ കൂടെ ഇട്ട് ഇങ്ങനെ ചുറ്റി ഇവിടുന്ന് ചുറ്റി ഇട്ട് ഇതിലേക്ക് ക്രോസ് ചെയ്യണം. ക്രോസ് ചെയ്തിട്ട് ഈ ഫസ്റ്റ് നൂലിനെ ഇങ്ങനെ എടുത്തിട്ട് ഇതിലേക്കൂടെ ഈ അടിയിലുള്ള നൂല് വലിച്ച് ഒരു 60 ഡിഗ്രി ഒന്ന് ട്വിസ്റ്റ് ചെയ്യണം. എന്നിട്ട് ഇതിന് ഈ നൂലിനെ എടുത്തിട്ട് ഇവിടെ ഒരു നോട്ട് ഇടണം. അപ്പോൾ ഇതിവിടെ ഒരു സർക്കിൾ പോലെയാവും. ഇതിനാണ് മാജിക് സർക്കിൾ എന്ന് പറയുന്നത്. ഈ സർക്കിളിനാണ് മാജിക് സർക്കിൾ എന്ന് പറയുന്നത്. ഇനി ഈ മാജിക് സർക്കിളിനകത്താണ് നമ്മൾക്ക് കണ്ടിന്യൂ ചെയ്ത് ചെയ്യേണ്ടത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ആദ്യം 3 ചെയിൻ ചെയ്യാം. 3 ചെയിൻ. ഇതിനകത്ത് നമ്മൾ ഇനി ഡബിൾ ക്രോഷ്യാണ് ചെയ്യാൻ പോകുന്നത് ഈ മാജിക് സർക്കിളിന്. ബട്ട് ഇത് നമ്മൾ ഒരു ഡബിൾ ക്രോഷ്യ ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യില്ല കേട്ടോ. നമ്മൾ ഇതിനകത്ത് ഇനി ഒരു 18 ഡബിൾ ക്രോഷ്യ ചെയ്യാൻ പോവാണ് കേട്ടോ. നമ്മൾ ചെയ്യുമ്പോൾ തന്നെ ഈ നൂല് കണ്ടോ, നമ്മൾ ഈ നൂലും കൂടെ ഒന്നിച്ച് പിടിച്ച് നിങ്ങളിത് ചെയ്ത് പോകാം, ശ്രദ്ധിച്ചോണം. അല്ലെങ്കിൽ ഈ നൂലിങ്ങനെ പുറത്തേക്ക് വന്നിട്ട് തീരും നമ്മൾ 18 വരെ ചെയ്ത് വരുമ്പോൾ. അപ്പോൾ അവിടെ ശ്രദ്ധിച്ചോണം. പിന്നെ ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ ചെയ്യാൻ പോവാണ്. yarn over 2 ലൂപ്പിൽ കൊടുത്തു, പിന്നെ 2 ലൂപ്പിൽ കൊടുത്തു. 1 2 3 ഡബിൾ ക്രോഷ്യ എല്ലാവർക്കും അറിയാമല്ലോ. ഇപ്പോൾ ഞാൻ 3 എണ്ണം ചെയ്തു. അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വ്യക്തമായിട്ട് കാണിച്ചു തരാം ഡബിൾ ക്രോഷ്യ എങ്ങനെയാണ് ചെയ്യുന്നത്. ഇതൊരു പ്രാവശ്യം ഇങ്ങനെ യാണിനെ നമ്മൾ ചുറ്റി ഈ ഹുക്കിൽ ഇങ്ങനെ ചുറ്റിയിട്ട് ഈ സർക്കിളിലേക്ക് ഇട്ടിട്ട് ഈ നൂലിനെ വീണ്ടും ഇങ്ങനെ വലിച്ചെടുത്തു. അപ്പോൾ ഇങ്ങനെ 3 ലൂപ്പ് ക്രിയേറ്റ് ആകുന്നുണ്ടോ. അതിൽ ആദ്യം 2 ലൂപ്പിൽ കൂടെ ഇറക്കുക, ദെൻ വീണ്ടും 2 ലൂപ്പിൽ കൂടെ ഇറക്കുക. അങ്ങനെയാണ്. ഓക്കെ, yarn over ഇതിപ്പോൾ നമ്മൾ 4ാമത്തെ ചെയ്തു. 1 2 3 4. ഓക്കെ, 1 2 3 4 5 6 1 2 3 4 5 6 1 2 3 4 5 6. ഞാൻ ഒന്നുകൂടെ തിട്ടപ്പെടുത്തിയെന്ന് വെച്ചാൽ അല്ലെങ്കിൽ കൂടിക്കഴിഞ്ഞാൽ നമ്മൾക്കത് ചെയ്ത് വരുമ്പോൾ അവിടെ നമ്മൾക്ക് ബാലൻസ് കിട്ടില്ല, ബാലൻസ് വരും. അതുകൊണ്ടാണ് 5 6. ഇതുകൊണ്ട് നമ്മളിങ്ങനെ ചെയ്യുമ്പം ഇങ്ങനെ നമ്മൾ ഈ വലിക്കുന്ന ഫോഴ്സ് കൊണ്ടിട്ട് ഇതിങ്ങനെ പുറയിലേക്ക് ഈ നൂല് പോകും. അപ്പോൾ ഇടയ്ക്ക് ശ്രദ്ധിച്ചോണം. എന്നിട്ട് ഈ നൂലിനെ ഇങ്ങനെ ടൈറ്റ് ചെയ്യുമ്പോൾ ഇത് നീളവും കിട്ടും. എന്നിട്ട് ഈ ഇതിൽ കൂടെ പിടിക്കണം കേട്ടോ. 6 7ാമത്തെ ഡബിൾ ക്രോഷ്യ, 8ാമത്തെ ഡബിൾ ക്രോഷ്യ, 9ാമത്തെ ഡബിൾ ക്രോഷ്യ, 10ാമത്തെ ഡബിൾ ക്രോഷ്യ. 18 എണ്ണം നമുക്ക് ചെയ്യേണ്ടത്. ഈ നൂല് എപ്പോഴും ശ്രദ്ധിച്ചോണം. ഈ നൂലിനെ ഇവിടെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് ചെയ്യാവും കേട്ടോ. ഇങ്ങനെ ഈ കുറച്ച് ആകുമ്പോൾ അതവിടെ സെറ്റാവും. എങ്കിൽ തന്നെ നിങ്ങൾക്ക് ശ്രദ്ധ വേണം. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത് ലാസ്റ്റ് വരുമ്പോൾ ഈ നൂലകത്തോട്ട് കയറിപ്പോവും. പിന്നെ നിങ്ങൾക്ക് ഇതിനെ വലിച്ചടിപ്പിക്കാൻ നൂലില്ലാണ്ട് വരും. ഓക്കെ, 10 11
12, 13, 14, 15, 16, 17, 18 ഡബിൾ ക്രോഷ്യ നമ്മൾ ഇതിനകത്ത് ചെയ്യും. ഇത് എണ്ണി നോക്കാം നമ്മൾക്ക് കറക്റ്റാണോ എന്നുള്ളത്. ഇതാ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18. ഇത് 18 കറക്റ്റ്. 18 എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിനകത്ത് 5 ഇതാണ് ചെയ്യാൻ പോകുന്നത്. 5 ഇതുപോലുള്ള 5 ഇലയാണ്. അപ്പോൾ 6, 3 അല്ല സോറി 3, 4, 5 6 പെറ്റിലാണ് ഇതിനകത്ത് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ ഈ മാജിക് സർക്കിളുകൾ റെഡിയായി. ഫസ്റ്റ് റൗണ്ടായി നമ്മൾ ചെയ്യണ ആദ്യം ഈ നൂലിനെ ഇവിടേക്ക് അറ്റാച്ച് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ നമ്മൾ ചെയ്തില്ലേ, അതിൻ്റെ ആദ്യത്തെ ഹുക്കിൽ ചെയ്തിട്ട് ഇൻ ലൂപ്പിൽ കൂടെ വലിച്ച് സ്ലിപ്പ് നോട്ട് ചെയ്തെടുക്കണം. സ്ലിപ്പ് നോട്ട് അല്ലെങ്കിൽ സ്ലിപ്പ് സ്റ്റിച്ച് എന്ന് പറയും ഇതിന്. ഇവിടെ ഈ ഇടയ്ക്ക് കാണുന്ന സ്പേസിനെ നമ്മൾക്കിതാ നമ്മുടെ ഈ ആദ്യത്തെ നൂല് കൊണ്ടിട്ട് ഇങ്ങനെ വലിച്ചിട്ട് ഇതിനെ നമുക്ക് അടുപ്പിക്കാൻ പറ്റുന്നത് എത്ര വേണമെങ്കിലും അടുപ്പിക്കാം. ഓക്കെ, ലാസ്റ്റിൽ അടുപ്പിച്ചാലും മതി, ഇപ്പോൾ അടുപ്പിച്ചാലും മതി. ഓക്കെ, ഒന്ന് അടുപ്പിച്ചിട്ട് നമ്മൾക്ക് അടുത്ത റൗണ്ടിലേക്ക് പോകാം. അടുത്ത റൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ ഈ പെറ്റൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് കേട്ടോ. ഇതിൻ്റെ ഈ ലീഫില്ലേ കണ്ടോ, ആ ലീഫ് ഉണ്ടാക്കാനായിട്ട് പോകണേ. നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം 3 സ്റ്റിച്ചിട്ടു. 3 സ്റ്റിച്ചിട്ട് ഇനി നമ്മൾക്കിവിടെ ചെയ്യേണ്ടത് ട്രിപ്പിൾ ക്രോഷ്യ ആണ്. ഡബിൾ ക്രോഷ്യ അല്ല നമ്മളിതിൽ ചെയ്യുന്നത്, ട്രിപ്പിൾ ക്രോഷ്യ ആണ് കേട്ടോ. 1 ട്രിപ്പിൾ ക്രോഷ്യ. നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു പ്രാവശ്യമേ എടുത്തുള്ളൂ. ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യുമ്പം 2 പ്രാവശ്യം എടുക്കണം. 2 പ്രാവശ്യം ഓവർ ചെയ്തിട്ട് നമ്മൾ നെക്സ്റ്റ് സ്റ്റിച്ചിൽ, ഈ സ്റ്റിച്ചിൽ ചെയ്യരുത്, നെക്സ്റ്റ് സ്റ്റിച്ചിൽ എടുത്തിട്ട് ഇതിനെ ഇൻകംപ്ലീറ്റ് ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യാൻ മതി. ഇൻകംപ്ലീറ്റ് എന്ന് പറയുമ്പോൾ അത് നമ്മൾ 2 ലൂപ്പിൽ കൊടുത്തു, 2 ലൂപ്പിൽ കൊടുത്തു, നമ്മൾ ഇൻകംപ്ലീറ്റ് ആക്കി വെക്കുമായിരുന്നു. ഈ 2 ലൂപ്പ് ഇവിടെ കിടക്കും. വീണ്ടും നമ്മൾ 2 പ്രാവശ്യം ട്രിപ്പിൾ ക്രോഷ്യയ്ക്ക് വേണ്ടിയിട്ട് ഓവർ ചെയ്തു, അടുത്ത സ്റ്റിച്ചിലിട്ടു, ഇൻകംപ്ലീറ്റ് ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യുക. വീണ്ടും 2 ലൂപ്പ്, വീണ്ടും 2 ലൂപ്പ്. അപ്പോൾ ഇവിടെ 3 എണ്ണം വന്നു, 3 എണ്ണം അധികം വന്നുണ്ടോ, 3 ലൂപ്പ്. വീണ്ടും ഒന്നും കൂടെ ചെയ്യും, സെയിം 3 പ്രാവശ്യം നമ്മൾ ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യും. ഇവിടെ കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ്. 1, 2 ഇത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇവിടെ 4 ലൂപ്പ് വരും. ഈ 4 ലൂപ്പിൽ കൂടെ എടുത്തിതിനെ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ എന്താ, നമ്മൾക്ക് ഇങ്ങനെ ഒരു ഷേപ്പ് കിട്ടും. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. 1, അതിനുശേഷം 1, 2, 3 ഇതെടുത്തു. ഈ ഫസ്റ്റ് നമ്മൾ ചെയ്തതിൻ്റെ സൈഡിൽ കൂടെ ഇത് നമ്മൾ ആദ്യം ഒരു ചെയ്തില്ലേ 1, 2, 3 എന്നുള്ള ഇതിൻ്റെ ആദ്യത്തിലെ ഈ ലൂപ്പിലിട്ടിട്ട് ഇതിനെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പം നമ്മൾക്കിവിടെ ഇതാ ഇങ്ങനൊരു ചുണ്ട് പോലൊരു സാധനം കിട്ടും. ചെടി കിളികളുടെയൊക്കെ ചുണ്ട് പോലുള്ള, ഇതിനെ പീക്കോക്ക് ഹുക്ക് എന്നാണ് പറയുന്നത്. അപ്പം ഇതിനെ നമ്മൾ വീണ്ടും 1, 2, 3 ചെയിൻ ഇട്ടു. ഇതിനെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പോവാം. ഈ സെയിം സ്റ്റിച്ചില്ലേ നമ്മൾ ഈ 3ാമത്തെ ട്രിപ്പിൾ ക്രോഷ്യ ഉണ്ടാക്കിയ സ്റ്റിച്ച് ഇതിലേക്ക് ഇട്ടിട്ട് ഇതിനെ നമ്മൾ സ്ലിപ്പ് നോട്ടിട്ട് എടുക്കും. ഇത്രയേ ഉള്ളൂ. ഇതാണ് ഇതിൻ്റെ ഒരു റൗണ്ട് എന്ന് പറയുന്നത്. ഈ ഇല ഉണ്ടാക്കുന്ന ലീഫിൻ്റെ ഒരു റൗണ്ട് അതാണ് കേട്ടോ. സെയിം ആണ്. ഇനി അടുത്തത് അതുപോലെ തന്നെയാണ്, ഒരു വ്യത്യാസവും ഇല്ല. 3 ചെയിൻ ഇട്ടു, 2 പ്രാവശ്യം ഓവർ ചെയ്തു, ട്രിപ്പിൾ ക്രോഷ്യ. ഇനി ഇതിൽ 3 ട്രിപ്പിൾ ക്രോഷ്യ ഉണ്ടാക്കും. 1 ഇൻകംപ്ലീറ്റ് ട്രിപ്പിൾ ക്രോഷ്യ ഉണ്ടാക്കുകയാണ് നമ്മൾ. 2 ലൂപ്പിലിട്ടു, വീണ്ടും സെയിം പ്രോസസ്സ് ചെയ്യുന്നു. വീണ്ടും ഇൻകംപ്ലീറ്റ് ട്രിപ്പിൾ ക്രോഷ്യ, വീണ്ടും ഓവർ,
മൂന്നാമത്തെ ഇൻകംപ്ലീറ്റ് ട്രിപ്പിൾ ക്രോഷ്യ. മൂന്നാമത്തെ കംപ്ലീറ്റ് ചെയ്യുക നമ്മളിത്. 2 3 ഉണ്ടോ. വീണ്ടും നമുക്ക് അതുപോലൊരു ഷേപ്പ് കിട്ടി. വീണ്ടും ഇവിടെ സെയിം 3 ചെയിൻ. ദെൻ ഈ സൈഡിൽ കൂടെ ഹുക്കിൽ കൂടെ എടുത്ത് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാൻ പോവാണ്. സ്ലിപ്പ് സ്റ്റിച്ച്. ഓക്കെ. ദെൻ വീണ്ടും 3 ചെയിൻ. വീണ്ടും ഈ തേർഡ് ഈ ട്രിപ്പിൾ ക്രോഷ്യയുടെ സെയിം ചെയിനിൽ ലാസ്റ്റ് ചെയിനിൽ നമ്മൾ സ്ലിപ്പ് നോട്ട് ഇട്ടു. ഈ പ്രോസസ്സ് നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കും. 3 ട്രിപ്പിൾ ക്രോഷ്യ, ഓവർ എടുത്തു, 2 ലൂപ്പ് എടുത്തു, 2 ലൂപ്പ് എടുത്തു, ബാക്കി 2 ലൂപ്പ് വിട്ടു, വീണ്ടും 2 പ്രാവശ്യം യാൺ ഓവർ, വീണ്ടും സെയിം പ്രോസസ്സ് 2, ഒരു പ്രാവശ്യം കൂടെ മൂന്നാമത്തെ 2 പ്രാവശ്യം ഇട്ടു, 2 പ്രാവശ്യം ഇട്ടു, എടുത്തു. ഉണ്ടോ. വീണ്ടും നമ്മൾക്ക് അതുപോലെ തന്നെ ഇല കിട്ടി. ഇനി നമ്മൾക്ക് 2 3 ഈ ലാസ്റ്റിലെ ഈ സൈഡിൽ കൂടെ ഇതിനെ സ്ലിപ്പ് സ്റ്റിച്ച്. ദെൻ 1 2 3 ദെൻ സെയിം ലാസ്റ്റ് നമ്മൾ നിർത്തിയ സ്റ്റിച്ചിൽ തന്നെ ട്രിപ്പിൾ ക്രോഷ്യയുടെ സ്റ്റിച്ചിൽ തന്നെ സ്ലിപ്പ് നോട്ട് ചെയ്തു. ഉണ്ടോ. 3 എണ്ണമായില്ലേ. വീണ്ടും 3 സ്റ്റിച്ച് ട്രിപ്പിൾ ക്രോഷ്യയ്ക്ക് വേണ്ടി ഇൻകംപ്ലീറ്റ് ട്രിപ്പിൾ ക്രോഷ്യ എടുത്തു. 2 ലൂപ്പ്, 2 ലൂപ്പ്, വീണ്ടും 2 പ്രാവശ്യം യാൺ ഓവർ, വീണ്ടും 2 ലൂപ്പിലെടുത്തു, 2 ലൂപ്പിലെടുത്തു, വിട്ടു, വീണ്ടും 1 പ്രാവശ്യം. അങ്ങനെ 3 പ്രാവശ്യമാണ് കേട്ടോ. ഇത് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്യും. ഈ ട്രിപ്പിൾ ക്രോഷ്യ 2 ബാക്കിയുള്ള 4 വീണ്ടും 3 പ്രാവശ്യം സെയിം ഇവിടെ ഈ ലാസ്റ്റ് സൈഡിലത്തെ ഈ സ്റ്റിച്ചിൽ കൊണ്ടുവന്നിട്ട് നമ്മളിതിനെ ഹുക്കുണ്ടാക്കി. ദെൻ 1 2 3 ചെയിൻ, വീണ്ടും ലാസ്റ്റ് സ്ലിപ്പ് സ്റ്റിച്ച്. ബസ് ഇത്രയേ ഉള്ളൂ. 4 പെറ്റലായി നമ്മുടെ. 1 2 3 പെറ്റലല്ല, ഇല കേട്ടോ. യാൺ ഓവർ ടോയ്സ്. ദെൻ നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഇൻകംപ്ലീറ്റ് ട്രിപ്പിൾ ക്രോഷ്യ, യാൺ ഓവർ ടോയ്സ്, ഇൻകംപ്ലീറ്റ് ട്രിപ്പിൾ ക്രോഷ്യ, 2 ലൂപ്പ്, 2 ലൂപ്പ്, വീണ്ടും യാൺ ഓവർ, ലാസ്റ്റ് ഇൻകംപ്ലീറ്റ് ട്രിപ്പിൾ ക്രോഷ്യ. 1 ഇൻകംപ്ലീറ്റ് അല്ല, കംപ്ലീറ്റ്. ഓക്കെ. ഇവിടെ കംപ്ലീറ്റ് ആകും. മൂന്നാമത്തേത് നമ്മൾ കംപ്ലീറ്റ് ആക്കും. വീണ്ടും 1 2 3 വീണ്ടും ലാസ്റ്റ് ട്രിപ്പിൾ ക്രോഷ്യയിൽ നമ്മൾ ഇവിടെ ഞാൻ ആ ഹുക്കിട്ടില്ല, അതാണ് ആ വ്യത്യാസം വന്നത്. ശ്രദ്ധിച്ച് ചെയ്യണേ, അല്ലെങ്കിൽ അങ്ങനെ 3 ചെയിനിട്ട് സ്റ്റിച്ച് ചെയ്ത് പോകും. പ്രാവശ്യം ഹുക്കിട്ടില്ല ഞാനതാണ്. 1 2 3 ഇട്ട് ഹുക്കിടണം ഇവിടെ പീക്കോക്കിൻ്റെ. സ്ലിപ്പ് സ്റ്റിച്ച്. ദെൻ വീണ്ടും 1 2 3 ദെൻ ഇവിടെ ലാസ്റ്റിൽ സ്ലിപ്പ് സ്റ്റിച്ച് ഉണ്ട്. ഓക്കെ. ഇനി നമ്മൾക്ക് 1 2 3 4 5 പെറ്റലായി ഉണ്ടോ. ഇനി നമുക്ക് ലാസ്റ്റിലെ പെറ്റൽ, 6ാമത്തെ ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ലീഫ് പെറ്റൽ. 1 2 3 ചെയിൻ, ദെൻ ട്രിപ്പിൾ ക്രോഷ്യ, യാൺ ഓവർ, ഇൻകംപ്ലീറ്റ് ട്രിപ്പിൾ ക്രോഷ്യ, ദെൻ യാൺ ഓവർ, നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഇൻകംപ്ലീറ്റ് ട്രിപ്പിൾ ക്രോഷ്യ. ഇവിടെ 3 ലൂപ്പ് വരും. വീണ്ടും യാൺ ഓവർ ടോയ്സ്, ഇൻകംപ്ലീറ്റ്,
ഇൻകംപ്ലീറ്റ് അല്ല, ഇവിടെ നമ്മൾ മൂന്നാമത്തെ ഇതിൽ ഇത് കംപ്ലീറ്റ് ചെയ്യുകയാണ് കേട്ടോ. ഇവിടെ 4 സ്റ്റിച്ച് അപ്പം വരും. 4 സ്റ്റിച്ചിൽ ഒന്നിച്ചെടുക്കണം കേട്ടോ. വീണ്ടും 3 ചെയിൻ ഇവിടെ ഈ സൈഡ് ലാസ്റ്റിലെത്തിൻ്റെ സ്ലിപ്പ് നോട്ട്. വീണ്ടും 1 2 3 ലാസ്റ്റ് ചെയിൻ സ്ലിപ്പ് നോട്ട്. തെറ്റിലായില്ലേ? കറക്റ്റായിട്ട് ഇതിന് ഒന്ന് 2 3 4 ഇങ്ങനെ ഒന്ന് വിടർത്തിയെടുക്കണം കേട്ടോ. 1 2 3 4 5 6 ഇതായി. ഇതിൻ്റെ മുകളിലാണ് നമ്മൾ ഇതിനെ വെക്കണം. ഇനി ഇതിനെ നമ്മൾ ഈ റോസ് ഉണ്ടാക്കും. പിന്നെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഇവിടെ ചെയ്തിട്ട് ഇതിനെ വലിക്കുക. ക്രോഷേ ഒടിഞ്ഞു ഉണ്ടാക്കുന്നത് വലിച്ചിട്ട് കുറച്ച് നീളം ഇട്ടിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാം. കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഫസ്റ്റ് നൂലില്ലേ, ഇത് കണ്ടോ, ആദ്യം ഇവിടെ സ്റ്റാർട്ട് ചെയ്ത നൂല് സർക്കിളിൻ്റെ, ആ സർക്കിൾ ഇങ്ങനെ ഒന്ന് വലിച്ചിട്ട് ഈ ഹോള് മാക്സിമം അടയ്ക്കുക. ഈ ഹോള് മാക്സിമം ടൈറ്റ് ചെയ്യുക കേട്ടോ. എത്ര ടൈറ്റ് ചെയ്യാവോ അത്രയും ടൈറ്റ് ചെയ്യുക. ഹോള് മാറ്റുക. ഏത് ഇതിലാണോ നിൽക്കുന്നത് ആ സൈഡിലോട്ട് തന്നെ വലിച്ചാൽ, ഈ നൂല് ഏത് സൈഡിലാണോ നിൽക്കുന്നത് ആ സൈഡിലോട്ട് വലിച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കണ്ടോ ഇങ്ങനെ ഒരു പാറ്റേൺ കിട്ടുന്നത്. ഇതിനെ നമ്മൾക്ക് ഇതിലേക്ക് അറ്റാച്ച് ചെയ്യാം. ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഹുക്ക് ഉണ്ടോ, കുറേ നാളായി ചെയ്യുന്നതാണ്. എന്താ എൻ്റെ ഹുക്ക് അത് ഒടിഞ്ഞു പോയുണ്ടോ. ഒരു വർഷമായി ഞാൻ ഈ ഹുക്കിട്ട് ചെയ്യുന്നത്. എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ള ഹുക്കായിരുന്നു. നല്ല ചെയ്യുമായിരുന്നു. എന്ത് ചെയ്യണം, നമ്മൾ ഇതിനെ ഈ ലാസ്റ്റ് കൊണ്ട് നിർത്തിയത് കണ്ടിച്ചില്ലേ നമ്മൾ, അതിനെ നമ്മൾ ഈ പുറയിലെ സൈഡിലേക്ക് എടുക്കുക. പുറയിലേക്ക് നമ്മൾ എടുത്തിട്ട് ഇതിനെ മാക്സിമം വലിച്ചിട്ട് ഇതിനെ അങ്ങ് കെട്ടുക കേട്ടോ. ഈ 2 നൂലും കൂടെ ഇവിടെ കെട്ടി സെക്യൂർ ആക്കുക. ഒരുപാട് ടൈറ്റ് ചെയ്യല്ലേ. ആദ്യത്തെ കെട്ട്, രണ്ടാമത്തെ വെച്ച് ടൈറ്റ് ചെയ്താലും 3 കെട്ടിട്ടുള്ളൂ. ഇട്ടിട്ട് കഴിഞ്ഞിട്ടതിനെ നമ്മൾക്ക് ഈ 2 നൂലിനെ ഇതാ ഇങ്ങനെ കണ്ടിച്ച് കളയാം. കെട്ടിയതിന് ശേഷമേ കണ്ടിക്കാവൂ. ഇതിങ്ങനെ ഒരു പാറ്റേൺ കിട്ടുന്നുണ്ടോ. അങ്ങനെ നമ്മുടെ ലീഫ് പാറ്റേൺ കംപ്ലീറ്റ് ആയി. സിമ്പിളാണ്. ഓക്കെ, അങ്ങനെ ലീഫ് പാറ്റേൺ കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾക്ക് ഈ ഫ്ലവർ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പിൽ അങ്ങനെ നമ്മുടെ ഈ ലീഫ് കംപ്ലീറ്റായി. നമുക്കിതിന് മുകളിലുള്ള ഈ റോസ് ഉണ്ടാക്കാം. റോസ് പെറ്റൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്, ഈ റോസ് ഉണ്ടാക്കുന്നത് ഞാൻ എൻ്റെ വീഡിയോ വേറെ ഉണ്ട് കേട്ടോ. ഒരു കോസ്റ്ററിനകത്ത് ഞാൻ സെപ്പറേറ്റ് അതിൽ കൊടുത്തിട്ടുണ്ട്. അത് വേറൊരു രീതിയാണ് കേട്ടോ. ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വേറൊരു രീതിയാണ്. അങ്ങനെ പല രീതികളിൽ പാറ്റേണുകളിൽ നമ്മൾക്ക് റോസ് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണെന്ന് ചെയ്യാം. ഇതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഏത് നൂല് വേണേൽ എടുക്കാം. ഇത് ഞാനിപ്പോൾ യെല്ലോ ആണ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് പിങ്ക് നൂലും ചെയ്യാം. ഇതിപ്പോൾ ഞാൻ റാണി പിങ്കിലാണ് ചെയ്യുന്നത്. റെഡിൽ ചെയ്യാം. റോസ് കളറിലല്ല, ഏത് കളർ വേണമെങ്കിലും ഉപയോഗിക്കാം, നിങ്ങളുടെ ഇഷ്ടം പോലെ കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ആദ്യം ഇതിനൊരു സ്ലിപ്പ് നോട്ട് ഇടുക എന്നുള്ളതാണ്. ഇതാ ഞാൻ സ്ലിപ്പ് നോട്ട് ഇടുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇതാ ഇത് സിമ്പിൾ വേ ആയിരിക്കും, ആർക്കും ഇടാൻ പറ്റും. ഇതിങ്ങനെ നമ്മൾ ഈ നൂലിനെ നമ്മൾ കെട്ടിടാനായിട്ട് ഇങ്ങനെ ചെയ്യില്ല. ഇങ്ങനെ ചെയ്തിട്ട് ഇനി ഇങ്ങനെ എടുത്തിട്ട് ഈ ഹുക്ക് കൊണ്ട് ഇങ്ങനെ ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് ഇതിനെ ഒന്ന് മുറുക്കി കൊടുത്താൽ മതി.
ഇതിനെ വലിച്ച് ഇതിനെ ഒന്ന് മുറുക്കി കൊടുക്കുക. നോട്ടിൽ സിമ്പിൾ നോട്ട്, നമ്മൾ ഇങ്ങനത്തെ നോട്ടുകളൊക്കെ ഇടാറുണ്ടല്ലോ, നമ്മൾ അയൊക്കെ കിട്ടുമ്പോഴൊക്കെ നോട്ടുകൾ ഇങ്ങനെ ഇടാറില്ല, സെയിം നോട്ടാണ്. അപ്പം ഇങ്ങനെ ഒരു നോട്ട് കിട്ടും. ഈ നോട്ടിൽ നമ്മൾക്കിനി 1 2 3 4 5 ചെയിൻ ഇട്ട് കണ്ടോ, 5 ചെയിന് ശേഷം നമ്മൾക്കിനിയും ചെയ്യേണ്ടത് 2 പ്രാവശ്യം യാൺ ഓവർ ചെയ്യുക. ഇത് വളരെ സിമ്പിളായിട്ടോ. യാൺ ഓവർ ചെയ്താൽ ട്രിപ്പിൾ ക്രോഷ്യാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് ഈ ഫസ്റ്റ് ചെയിനിൽ ഈ നമ്മൾ ഹുക്കിരിക്കുന്നത് നമ്മൾ ചെയിനായിട്ട് ആഡ് ചെയ്യത്തില്ല. ഇതാണ് 1 2 3 4 5. ഫസ്റ്റ് ചെയിനിൽ നമ്മളിതിനെ ഇൻസേർട്ട് ചെയ്തിട്ട് ഈ ലൂപ്പിൽ കൂടി ഇതിനെ ഇറക്കിയിട്ട് ഇവിടെ നമ്മളൊരു ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യുക. 1 2 3. ഇതിനാണ് ട്രിപ്പിൾ ക്രോഷ്യ എന്ന് പറയുന്നത്. യാൺ ഓവർ 2 പ്രാവശ്യം യാൺ ഓവർ ചെയ്തിട്ട് ആദ്യം 2 ലൂപ്പ് പിന്നെ 2 ലൂപ്പ് ഇട്ടുണ്ട്. അപ്പം നമ്മൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു സ്പേസ് ഇങ്ങനെ ഉണ്ടാവും. ഇത് തന്നെ നമുക്ക് ചെയ്തു പോകാമെന്നുള്ളതാണ്. വീണ്ടും ഇനി നമ്മൾ 5 ചെയിനിൽ ഇനി 4 ചെയിൻ ചെയ്യും. 1 2 3 4. ഇവിടെ നമ്മൾ 5 ചെയിനാണ് സ്റ്റാർട്ടിങ് ചെയ്തത്. 5ാമത്തേലൊരു ട്രിപ്പിൾ ക്രോഷ്യ ഉണ്ടാക്കി. സെയിം നമ്മൾ ഇനി 4 ഇട്ടാണ് പോണത്. 4 വീണ്ടും നമ്മൾ ട്രിപ്പിൾ ക്രോഷ്യയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ ഇത് കണ്ടോ, ഇത് സ്റ്റാർട്ടിങ്ങിലുള്ള ഈ 2 ചെയിനില്ലേ, ഇവിടുന്ന് ഇതുണ്ടാവുന്നത് സ്റ്റാർട്ടാവുമെന്നുള്ള ഇവിടെ വരുന്നുണ്ട് ഇങ്ങനെ 3 ഇതുപോലെ കാണാം, 3 ലെയർ കാണാം. അതിൽ നിന്ന് ഈ 2 ലെയറിൽ കൂടെ എടുക്കുക. നിങ്ങൾ കാണാൻ പറ്റുമോ അത് ചെയ്യുമ്പോൾ തന്നെ. എന്നിട്ട് നമ്മൾ ഇതിൽ കൂടെ ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യുക. അപ്പം നമുക്ക് അടുത്ത ലൂപ്പ് കിട്ടി കണ്ടോ, സെയിം ഇതുപോലെ ഓരോ ഇങ്ങനെ ഷേപ്പിലൊരു ലൂപ്പ് നമുക്ക് കിട്ടും. ഇങ്ങനെ നമ്മൾ 5 ലൂപ്പാണ് ഉണ്ടാക്കേണ്ടത്. ഇങ്ങനെ 5 എണ്ണമാണ് ഉണ്ടാക്കേണ്ടത്. 5 പാട്ടാണ് ഉണ്ടാകുന്നത്, 10 പാട്ടാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഇപ്പം ഞാൻ 2 എണ്ണം കഴിഞ്ഞു. വീണ്ടും 1 2 3 4 സിമ്പിൾ 2 പ്രാവശ്യം ഈ സെയിം ഈ 2 ഇതിൽ കൂടി എടുത്തിട്ട് ഡബിൾ ക്രോഷ്യ, ഡബിൾ ക്രോഷ്യ കണ്ടോ, ഇങ്ങനെ ചെയ്തു പോവാം. പിന്നെ 10 എണ്ണം നമ്മൾക്ക് ചെയ്യണം ഈ ലൈനിൽ തന്നെ. 1 2 3 4. വീണ്ടും ഡബിൾ ക്രോഷ്യ ഈ ചെയിനിൽ ഈ 2 ചെയിനിൽ കൂടിയിട്ടാണ് പോകേണ്ടത് കേട്ടോ. വീണ്ടും നമ്മൾക്ക് അങ്ങനെ ഒരു ഇത് കിട്ടി. സിമ്പിൾ ഇങ്ങനെ ചെയ്ത് പോവാം. 10 എണ്ണം ആവുന്നിടം വരെ ചെയ്യുക. ഓക്കെ, 1 2 3 4. ഞാനിപ്പോൾ ഈ ഹുക്ക് ഞാൻ 2.5 ആയിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത് ഒടിഞ്ഞു പോയിട്ടുണ്ട്. 3ലേക്ക് വന്നു, 3.5 ആയി. അതുകൊണ്ട് ഞാൻ 4പ്ലൈയിൽ 2.5 ഉപയോഗിച്ചുള്ളൊരു ആദ്യത്തായതുകൊണ്ട് ഇതിപ്പോൾ ഞാൻ ആദ്യമായിട്ട് എടുത്താൽ അപ്പോൾ അതെനിക്കൊരു ഇച്ചിരി കംഫർട്ടബിളായിട്ട് തോന്നുന്നില്ല. ഈ 2 ഇതിനകത്ത് ഇട്ടിട്ട് വീണ്ടും സെയിം ഇങ്ങനെ നമ്മൾ ചെയ്ത് പോകണം കേട്ടോ. പാറ്റേൺ എന്ന് പറയുന്ന 4 ചെയിൻ 4 ചെയിൻ 1 2 3 4 ചെയിൻ 2 പ്രാവശ്യം 4 ചെയിൻ ഒരു ട്രിപ്പിൾ ക്രോഷ്യ ഇങ്ങനെ ചെയ്ത് പോകണം. അപ്പോൾ ഇങ്ങനെ നമ്മൾക്ക് 10 എണ്ണം ചെയ്യണം. ഇതിപ്പോൾ 1 2 3 4 5 6 എണ്ണമായി. അപ്പോൾ ഇങ്ങനെ നമ്മൾക്ക് കിട്ടും. ഉണ്ടോ, ആദ്യം 5 ചെയിൻ നോട്ടിടുക, 5 ചെയിൻ ചെയ്യുക, ഫസ്റ്റ് ചെയിനിൽ കൂടെ ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യുക, പിന്നെ വീണ്ടും 4 ചെയിൻ ചെയ്യുക, ഈ ലൂപ്പിൽ കൂടെ എടുത്തിട്ട് ഈ 2 ത്രെഡിലൂടെ എടുത്തിട്ട് ട്രിപ്പിൾ ക്രോഷ്യ ചെയ്ത് പോവുക. ഇത് സിമ്പിളാണ് കേട്ടോ. ഇങ്ങനെ അങ്ങ് ചെയ്താൽ മതി. 1 2 3 4 ദൂബാർ 2 പ്രാവശ്യം യാൺ ഓവർ. എന്നിട്ട് ഇത് ഉണ്ട്, ഈ 2 സെറ്റ് ഇതിൻ്റെ അകത്തും കൂടെ ഇട്ടിട്ട് ലൂപ്പ് 2 ലൂപ്പ് 3 ട്രിപ്പിൾ ക്രോഷ്യ 3 പ്രാവശ്യം ലൂപ്പ് കൂടെ ഇറക്കുന്നതിനെയാണ് നമ്മൾ ട്രിപ്പിൾ ക്രോഷ്യ എന്ന് പറയുന്നത്. ഓക്കെ,
അപ്പോൾ ഇത് 1 2 3 4 5 6 7 എണ്ണം. ഇനി ഞാൻ 3 എണ്ണം കൂടി ചെയ്തിട്ട് തിരിച്ച് വരാം കേട്ടോ. അപ്പോൾ അത്രയും വീഡിയോ ലെങ്തി ആവാതിരിക്കാൻ. സിമ്പിളല്ലേ ഇത്. അങ്ങനെ ഞാൻ 9 എണ്ണം ഉണ്ടാക്കിയുണ്ടോ, സെയിം 9 എണ്ണം ഉണ്ടാക്കി. 10ാമത്തെ ഒരെണ്ണം കൂടി നിങ്ങളെ ലാസ്റ്റ് കാണിക്കാം. 1 2 3 4 ടേൺ ഓവർ ടോയ്സ്. ഈ രണ്ട് നൂലിൻ്റെ ലൂപ്പിൽ കൂടെ ഈ 2 എണ്ണത്തിനകത്തൂടെ എടുക്കണം കേട്ടോ. ഈ 2 എണ്ണം 1 ലൂപ്പ്, 2 ലൂപ്പ്, പിന്നെ 2 ലൂപ്പ്. ഇവിടെ എന്തോ വിട്ടുപോയി കേട്ടോ, 1 സെക്കൻഡ്. 4 ടേൺ ഓവർ ടോയ്സ്. ലൂപ്പിൽ കൂടെ രണ്ട് ലൂപ്പിലെടുത്തു ഡബിൾ ക്രോഷ്യ. ഇങ്ങനെ ഇത് 1 2 3 4 5 6 7 8 9 10 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ടോ. ഉണ്ടാക്കി 10 എണ്ണം സെയിം വേയിൽ. ഇനി നമ്മൾക്ക് ഇതെങ്ങും തിരിക്കുകയൊന്നും വേണ്ട. സെയിം നമ്മൾ ഇനി തിരിച്ചിങ്ങോട്ട് ചെയ്യാൻ പോവാണ്. ഇങ്ങോട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ റോസ് പെറ്റൽ ഉണ്ടാക്കാൻ പോവാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു സ്റ്റിച്ച് ഇടണം. ഒരു സ്റ്റിച്ച് ഇട്ടിട്ട് ഇതിനകത്തൂടെ നമ്മൾ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യണം. സിംഗിൾ ക്രോഷ്യ എന്ന് പറയുമ്പോൾ തിരിക്കുകയൊന്നും വേണ്ട, ഇങ്ങനെ തന്നെ ഇതിനെ ഇൻസേർട്ട് ചെയ്യുക. അതാണ് സിംഗിൾ ക്രോഷ്യ. ഇത്രയേ ഉള്ളൂ. 2 ലൂപ്പേ കാണുള്ളൂ സിംഗിൾ ക്രോഷ്യ. ഇതാണ് സിംഗിൾ ക്രോഷ്യ. അതിനുശേഷം വീണ്ടും ഒരു ചെയിൻ, ഇനി നമ്മൾക്ക് ഇതിനകത്ത് ഡബിൾ ക്രോഷ്യാണ് ചെയ്യാൻ പോകുന്നത്. ഇതിനകത്ത് തന്നെ നമ്മൾ 6 ഡബിൾ ക്രോഷ്യ ചെയ്യും. 1 2 3 4 5 6 എന്താ 6 ഡബിൾ ക്രോഷ്യ. ഇതിപ്പോൾ ഒരു പെറ്റലായി ഉണ്ടോ. 6 ഡബിൾ ക്രോഷ്യ നമ്മൾ ചെയ്തു. 1 2 3 4 5 6 ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി നമ്മൾക്ക് ഒരു ചെയിൻ ഇടണം. എന്നിട്ട് ഇതിനകത്ത് സ്ലിപ്പ് സ്റ്റിച്ച് ഇടണം. നമ്മുടെ ഒരു പെറ്റൽ റെഡിയായി. ഒരു പെറ്റൽ, ഇതാണ് ഒരു പെറ്റൽ. നമ്മളതിനിവിടെ ചെയ്ത ഇവിടുന്ന് ഒരു ചെയിൻ ഇട്ടു, പിന്നെ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്തു, ദെൻ ഒരു ചെയിൻ ഇട്ടു, പിന്നെ 6 പ്രാവശ്യം ഡബിൾ ക്രോഷ്യ ചെയ്തു, പിന്നെ ഒരു ചെയിൻ ഇട്ടു, പിന്നെ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് നമ്മൾ പുറത്തെടുത്തേക്കുക. ഇങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ തിരിഞ്ഞ് പോകും. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ വശം തിരിയരുത് കേട്ടോ, തിരിഞ്ഞു പോകും. ഈ പെറ്റലിൻ്റെ ഈ വീതിയുള്ള നമ്മൾ ഉണ്ടാക്കിയ സാധനം ഇങ്ങനെ ഫ്രണ്ടിൽ നിൽക്കണം, ഈ ലെയർ താഴെ നിൽക്കണം. ഇങ്ങനെ പോകട്ടെ ഉണ്ടാക്കുമ്പോൾ. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ തിരിഞ്ഞ് കഴിയുമ്പോൾ ഇങ്ങനെ തിരിച്ച് ചെയ്യല്ലേ കേട്ടോ, ഇങ്ങനെ തന്നെ പിടിച്ചിട്ട് നോക്കി ചെയ്യണേ. അങ്ങനെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് നമ്മൾ വീണ്ടും ഒരു ചെയിൻ, ഒരു സിംഗിൾ ക്രോഷ്യ, ദെൻ ഒരു ചെയിൻ. ഇതാണ് തുടങ്ങുന്നത്. ആദ്യം ഒരു സിംഗിൾ ക്രോഷ്യ, അടുത്ത ലൂപ്പിൽ വന്നിട്ട് ആദ്യം ഒരു സിംഗിൾ ക്രോഷ്യ, ഒരു ചെയിൻ, ദെൻ ഡബിൾ ക്രോഷ്യ 6 എണ്ണം. 1 2 3 4 5 6. വീണ്ടും ഒരു ചെയിൻ, പിന്നെ ഇതിൽ ലൂപ്പിൽ തന്നെ ഒരു സ്ലിപ്പ് സ്റ്റിച്ച്.
ഇത്രയേ ഉള്ളൂ സംഗതി. പിന്നെ വീണ്ടും അടുത്തതിനകത്ത് അടുത്ത ഈ നമ്മൾ ചെയ്തേക്കുന്ന ഈ ഒരു ലൂപ്പില്ലേ, ഈ ലൂപ്പിനകത്ത് നമ്മൾ ചെയ്യുന്നത്. വീണ്ടും അടുത്തതിനകത്ത് നമ്മൾ ചെയ്യും സിംഗിൾ ക്രോഷ്യ, ദെൻ ഒരു ചെയിൻ, ദെൻ 6 ഡബിൾ ക്രോഷ്യ. അങ്ങനെ ചെയ്ത് അങ്ങ് പോകും. ഓരോ ചെയിനിലും നമ്മൾ അങ്ങനെ ചെയ്ത് പോകും, ഓരോ സ്പേസിലും. 2 3 4 5 6. സ്റ്റിച്ചിങ് ഒക്കെ പഠിച്ചവർക്കാണെങ്കിൽ ഇത് പെട്ടെന്ന് മനസ്സിലാവും. ഇനി സ്റ്റിച്ചിങ് ഒട്ടും പഠിച്ചിട്ടില്ലാത്തവർക്കാണെങ്കിൽ ആദ്യം സ്റ്റിച്ചസ് ഒക്കെ പഠിക്കണം കേട്ടോ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ സ്റ്റിച്ചസിൻ്റെ മാത്രം ഒരു വീഡിയോ എടുത്തിട്ട് ഓരോ സ്റ്റിച്ച് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഈ 6 ഡബിൾ ക്രോഷ്യ കഴിഞ്ഞു. നമ്മൾ വീണ്ടും ഒരു ചെയിൻ ഇട്ടു. എന്നിട്ട് ഈ സെയിം ഇതിൽ തന്നെ നമ്മളിതിനെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യും. പിന്നെ ഒരു ചെയിൻ ഇടും. വീണ്ടും അടുത്തത് സെയിം റിപ്പീറ്റാണ് നമ്മൾ ചെയ്യാൻ പോണത്. അടുത്ത ലൂപ്പ് നമ്മളിപ്പോൾ എത്രയും ചെയ്തു? പെറ്റൽ 1 2 3 പെറ്റലായി. നമ്മൾ 1 2 3 പെറ്റലായി. ഇനി നമ്മൾ അടുത്തതിലും സെയിം അതുപോലെ തന്നെ സിംഗിൾ ക്രോഷ്യ എന്ന് പറയുമ്പോൾ ഇങ്ങനെ തന്നെ ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവറൊന്നും ചെയ്യാതെ തന്നെ ഡബിൾ ക്രോഷ്യയ്ക്കും ത്രിബിൾ ക്രോഷ്യയ്ക്കും യാൺ ഓവർ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇതിനകത്തും കൂടി എടുത്ത് വരുമ്പോൾ ഇങ്ങനെ 2 ലൂപ്പ് കിട്ടും. എന്നിട്ട് വീണ്ടും ഒരു ചെയിൻ, പിന്നെ 6 ഡബിൾ ക്രോഷ്യ. അത്രയേ ഉള്ളൂ. 1 2 3 ഡബിൾ ക്രോഷ്യ അറിയാമല്ലോ. യാൺ ഓവർ ലൂപ്പിൽ കൂടി എടുത്തിട്ട് 2 പിന്നെ 2 ലൂപ്പ്. 1 2 3 4 5 1 2 3 4 5 എണ്ണമായി നമ്മുടെ 6. ഇവിടെ 6 എണ്ണം ഉണ്ടാക്കി. 1 2 3 4 5 6. ഇനി വീണ്ടും ഒരു ചെയിൻ ഇട്ടു. സെയിം സ്റ്റിച്ചിൽ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച്. ദെൻ വീണ്ടും ഒരു ചെയിൻ. അടുത്ത ലെയർ വന്നിട്ട് നമ്മൾ സിംഗിൾ ക്രോഷ്യ ചെയ്തു. പിന്നെ ഒരു ചെയിൻ ഇട്ടു. പിന്നെ 6 ഡബിൾ ക്രോഷ്യ. ഇത് തന്നെയാണ് പാറ്റേൺ. 1 2 3 4 5 6. നിങ്ങൾ മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ അതുകൊണ്ടാണ് ഞാനിത് കണ്ടിന്യൂ കാണിക്കുന്നത്. അല്ല, ഞാൻ 2 എണ്ണം ചെയ്തിട്ട് സെയിം തന്നെയാണ് നമ്മൾക്ക് ചെയ്യേണ്ടത്. പിന്നെ വീണ്ടും ചെയിൻ ഇട്ടു. 6 എണ്ണം കഴിഞ്ഞ് ചെയിൻ ഇട്ടു, സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തു. ആ സെയിം ഇതിൽ തന്നെ സ്ലിപ്പ് സ്റ്റിച്ച്. അപ്പോൾ ഇതുണ്ടാക്കേണ്ട സ്ലിപ്പ് സ്റ്റിച്ചിൽ നമുക്ക് കുറച്ച് ഒരു പ്രോബ്ലം വരുന്നത്. ഇങ്ങനെ അങ്ങോട്ട് തിരിച്ച് പിടിച്ചാൽ മതിയേ. ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ചൂടെ ഒന്ന് ടേൺ ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ഇതിനകത്തും കൂടി എടുത്ത് ഇതിനെ ഇങ്ങനെ ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് ഇതിനകത്തൂടെ ലൂപ്പിൽ കൂടെ ഇറക്കിയാൽ മതി. നിങ്ങൾക്ക് എങ്ങനെയാണോ സൗകര്യം അതുപോലെ അങ്ങ് ചെയ്താൽ മതി. പിന്നെ വീണ്ടും ഒരു ചെയിൻ. പിന്നെ അടുത്ത ലൂപ്പിൽ സ്ലിപ്പ് സ്റ്റിച്ച്, സിംഗിൾ ക്രോഷ്യ, ദെൻ ഒരു ചെയിൻ, സിംഗിൾ ക്രോഷ്യ, ചെയിൻ, 6 ഡബിൾ ക്രോഷ്യ, വീണ്ടും ചെയിൻ, വീണ്ടും സ്ലിപ്പ് സ്റ്റിച്ച്. ഇത്രയും സാധനമാണ് നമ്മൾ ഒരെണ്ണത്തിനകത്ത് ചെയ്യുന്നത് കേട്ടോ. ഇനി നമ്മൾക്ക് 6 ഡബിൾ ക്രോഷ്യ ചെയ്യാം. 1 2 3 4 5 6. 4 ഡബിൾ ക്രോഷ്യ. 6 ഡബിൾ ക്രോഷ്യയ്ക്ക് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഒരു ചെയിൻ ചെയ്യണം. എന്നിട്ട് സെയിം സ്റ്റിച്ചിൽ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് എടുക്കണം. എന്നിട്ട് വീണ്ടും ഒരു ചെയിൻ ചെയ്യണം ഇവിടെ തന്നെ. എന്നിട്ട് അടുത്തതിലേക്ക് പോകുമ്പോൾ വീണ്ടും
സ്റ്റാർട്ടിങ്ങിലൊരു സിംഗിൾ ക്രോഷ്യ, പിന്നെ ഒരു ചെയിൻ, ദെൻ ഡബിൾ ക്രോഷ്യ, 1 2 3 4 5 6 ഡബിൾ ക്രോഷ്യ. എന്നിട്ട് വീണ്ടും ചെയിൻ, വീണ്ടും സ്ലിപ്പ് സ്റ്റിച്ച് സെയിമിനകത്ത്, ഞാൻ എൻ്റെ ഇരിക്കുന്ന പൊസിഷൻ ശരിയല്ല, അതാണ് എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ട്. ഇങ്ങനെ എൻ്റെ കൈ പൊങ്ങിയിരിക്കണേ, ഞാൻ ഇരിക്കുന്നത് എൻ്റെ ടേബിളായിട്ട് കുറച്ച് വ്യത്യാസമുള്ളതുകൊണ്ട്. സ്ലിപ്പ് സ്റ്റിച്ച് കഴിഞ്ഞിട്ട് ഒരു ചെയിൻ ഇടണം, ദെൻ വീണ്ടും അടുത്തതിലേക്ക് പോകണം. ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യണം, വീണ്ടും ചെയിൻ ഇടണം, പിന്നെ ഡബിൾ ക്രോഷ്യ 6 എണ്ണം. ഇങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കും ലാസ്റ്റ് വരെ. നമ്മുടെ ഒരെണ്ണം കൂടി ഉള്ളിടുക, ബാക്കി ഇത് 9ാമത്തെ സ്പേസിലാണ് ഞാൻ ഈ ചെയ്യുന്നത്. 1 2 3 4 5 6 6 ഉണ്ടാക്കി വീണ്ടും ഒരു ചെയിൻ, സെയിം സ്റ്റിച്ചിൽ സ്ലിപ്പ് സ്റ്റിച്ച്, വീണ്ടും ഒരു ചെയിൻ. നമ്മൾ അടുത്തതിലേക്ക് പോകും. ഇത് 9ാമത്തെ ഉണ്ടോ, 19 വരെ ആയി ഞാൻ. വീണ്ടും നമ്മൾ അടുത്തതിലേക്ക് പോകുമ്പോൾ സിംഗിൾ ക്രോഷ്യ ആണ് ചെയ്യേണ്ടത്. സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ട് വീണ്ടും ഒരു ചെയിൻ, പിന്നെ ഡബിൾ ക്രോഷ്യ 6 എണ്ണം. ഇതാണ് പാറ്റേൺ. സെയിം പാറ്റേൺ ആണ് നമ്മളെല്ലായിടത്തും ചെയ്തു പോകുന്നത്. നോ ചേഞ്ചസ്. 3 1 4 5 6 6 ഇനി ലാസ്റ്റിൽ ചെയ്യാൻ പോകണ്ട. ഇങ്ങനെ ഇത് വരുന്നുണ്ടോ, ഇങ്ങനെ തന്നെ എന്താ വളഞ്ഞ് വരുന്നുണ്ടോ, എന്തായാലും ഇങ്ങനെ സ്ട്രിങ് ആയുണ്ടോ, സ്ട്രിങ് പോലെ. ഇനി വീണ്ടും നമ്മളിവിടെ ഒരു ചെയിൻ ഇട്ടു, ഇത് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തു. ഇതിനെ ഒന്ന് മടക്കി പിടിച്ചോളൂ. എന്തെങ്കിലും ചെയ്യാനുള്ള കംഫർട്ടബിൾ അല്ലെങ്കിൽ ഇതിനെ ഇങ്ങോട്ടൊന്ന് മാറ്റിയിട്ട് ഇങ്ങനെ ഇത്തിരി സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്താലും മതി കേട്ടോ. പിന്നെ ലാസ്റ്റ് ആകുമ്പോൾ അവിടെ ഒരു ഇച്ചിരി ബുദ്ധിമുട്ട് വരും. അത് നിങ്ങളുടെ ഇതാവുന്ന കംഫർട്ടബിളിൽ എടുത്തോളൂ. അപ്പം എനിക്ക് എൻ്റെ കംഫർട്ടബിളാണ് ഞാൻ ചെയ്യണത്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ എടുത്തു. ഓക്കെ, ഇനി ഇവിടെ വീണ്ടും ഒരു ചെയിൻ ഇട്ട് നമ്മൾ ഇത് ലാസ്റ്റ്. ഓക്കെ, നമ്മൾ സിംഗിൾ ക്രോഷ്യ, ഒരു ചെയിൻ, 6 ഡബിൾ ക്രോഷ്യ. അങ്ങനെ നമ്മുടെ പാറ്റേൺ ഇവിടെ അവസാനിക്കാൻ പോവാണ്. 2 3 4 5 6. ഇവിടെ അവസാനിപ്പിക്കുമ്പോഴും സെയിം നമ്മളൊരു സ്റ്റിച്ച് ചെയ്യണം. ഇത് ചെയ്ത് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് നമ്മളിതിനെ അവസാനിപ്പിക്കാം, അല്ലെങ്കിൽ ഇവിടെ അഴിഞ്ഞു പോകും. നമ്മൾക്കിവിടെ ഇനി എങ്ങനെയാണ് ഇതിനെക്കുറിച്ച് വലിച്ച് ത്രെഡ് നീട്ടിക്കും. ഇനി എങ്ങനെയാണ് ഇങ്ങനെ സെറ്റ് ഉണ്ടായത്. ഇപ്പോൾ ഇങ്ങനെ ഒരു സ്ട്രിങ് ആയി ഉണ്ടോ. ഇനി ഇതെങ്ങനെയാണ് ഇതിനെ പൂവായിട്ട് അറേഞ്ച് ചെയ്യുന്നത് കാണാം. ഇതാ നമുക്കിതിനെ ഇങ്ങനെ മടക്കി എവിടെയാണോ നമ്മൾ അവസാനിപ്പിച്ചത് അവിടെ നിന്നാണ് നമ്മൾ എടുക്കേണ്ടത്. ഇത് മടക്കണം കേട്ടോ. ഇത് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് മടക്കണം. ആദ്യത്തെ മടക്ക് അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഓരോ ലെയറിലും മടക്കി ഇതിനെ നമ്മൾക്ക് ഒരു റോസാ പെറ്റലിൻ്റെ രൂപത്തിൽ മടക്കി
ഇവിടെ കൊണ്ടുവന്നിട്ട് അതിനെ ഇച്ചിരി ഇങ്ങനെ വലുതായിട്ട് തോന്നണമെങ്കിൽ അതനുസരിച്ചിരിക്കുക, ചെറുത് വേണമെങ്കിൽ അതൊക്കെ. ഇപ്പം ഇത് 3 പെറ്റലായിട്ട് ചെയ്യാമെങ്കിൽ ഇത് നല്ല ഇതായിരിക്കും. ഇതൊരു പെറ്റല ആദ്യത്തത്, പിന്നെ ഇത് 2ാമത്തെ പെറ്റല, ഇത് 3ാമത്തെ പെറ്റല. ഇങ്ങനെയുണ്ട്. ഇത് നമ്മൾക്ക് ഇതൊക്കെ ഒന്നും കൂടെ നിങ്ങളൊന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഇറക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരു പെറ്റലായി ഉണ്ടോ. ഇങ്ങനെ ഇതിനെ അറേഞ്ച് ചെയ്യുക 3 തട്ടായിട്ട്. ഓക്കെ, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ചെയ്യുക. ചെയ്തിട്ട് ഇതിനെ ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ട് ഇനി നമ്മൾക്കിതിനെ തിരിച്ച് പിടിച്ചിട്ട് ഇവിടെ നമുക്കിതിനെ സെക്യൂർ ചെയ്യേണ്ടത്. സെക്യൂർ ചെയ്യാനായിട്ട് നമ്മൾ പോകുമ്പം ഇവിടെ ആക്ച്വലി നൂലുണ്ട്. ഞാൻ സൂചിയും കുറേ നൂല് ഞാൻ വിട്ടിട്ട് സൂചി കയറ്റിയിരുന്നു. പക്ഷേ എനിക്ക് ഇടയ്ക്ക് ഈ നൂലിനൊരു ഘാട്ടുണ്ടായിരുന്നു. അത് കാരണം അത് വേറെ നൂലിൽ ഞാൻ വെച്ചു കേട്ടോ. നമ്മൾക്കത് പിന്നെ കണ്ടിച്ച് കളഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ ഇത് ഈ എൻഡില്ലേ, ഈ എൻഡിൻ്റെ അവിടെ നിന്ന് നമ്മൾക്കിതിനെ ഇവിടേക്കൊന്ന് ആദ്യം ഒരു തയ്യൽ തയ്ച്ച് സെക്യൂർ ചെയ്യാം. ഇച്ചിരി ഏറെ നൂല് ഞാൻ ഇട്ടിട്ടുണ്ട്. ഒന്നും കൂടെ സ്റ്റിച്ച് ചെയ്യുന്ന എടുത്തിട്ട് ഇതിനെ ആദ്യം നമുക്ക് ആദ്യത്തെ ലെയറിൽ തന്നെ ഒന്ന് തയ്ച്ച് സെക്യൂർ ചെയ്യാം. ഓക്കെ, ഈ നൂല് നമുക്ക് പിന്നെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം കേട്ടോ. ഇത് ചെയ്തിട്ട് നമ്മളെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ എത്ര ലെയറുണ്ടോ അത്രയും ലെയറും ഒന്നിച്ച് ഒരു തയ്യലിലിരിക്കണം, വിട്ടു പോകരുത്. ഇതിങ്ങനെ മാറി മാറി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതിനെ ഒന്ന് സെക്യൂർ ആക്കാം. അതിന് നമ്മൾ ചെയ്യേണ്ടത് ഇതാ ഇങ്ങനെ ഇവിടെ ഒന്ന് ഇതിന് എല്ലാത്തിലും മുട്ടണം എന്ന് ഉറപ്പ് വരുത്തണം. എന്നിട്ട് ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് ഇങ്ങോട്ട് ക്രോസ് ചെയ്തിട്ടിനെ എല്ലാ എതിളിലും മുട്ടുന്ന തരത്തിൽ ചെയ്തിട്ട് ഇതിനെ ഇങ്ങനെ തയ്ക്കണം. 2-3 തയ്യൽ തയ്ക്കണം. എവിടെയാണ് നൂല് വന്ന് നിൽക്കുന്നത് അതിനനുസരിച്ചിട്ട് ഒരു 2-3 തയ്യൽ തയ്ച്ചാൽ മതി. ഓക്കെ, എന്നിട്ട് നമുക്കിതിനെ ഒന്നും കൂടി ഇവിടെ ചുരുക്കെട്ട് പോലിട്ട് ഇവിടെ നിന്ന് മാറ്റുക. അപ്പോൾ ഈ നൂലിനെ ഉണ്ടല്ലോ, ഈ നൂലിനെ ഞാൻ ആക്ച്വലി ഈ നൂലിൽ നിന്നാണ് നമ്മളിത് തയ്ക്കുന്നത്. എനിക്ക് ഈ നൂല് പ്രോബ്ലം എന്നാണ് ഞാൻ മാറ്റിയിട്ട് വേറെ എടുത്തത്. അപ്പോൾ ഈ നൂലിനെ ഞാനിത് അഡ്ജസ്റ്റ് ചെയ്യാൻ പോകും. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഞാൻ കണ്ടിച്ച് കൊള്ളേട്ടോ ആദ്യം. കാരണം ഈ നൂലിനെ കണ്ടിക്കുന്നതിനേക്കാൾ നല്ലത് ഈ നൂലിനെ ഞാൻ ഇവിടെ കൂടെ ഒന്നുകൂടെ സെക്യൂർ ആക്കാൻ പോകുന്നുണ്ടോ. ഇതിനെടുത്ത് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഈ നൂലിനെ ഇതിൻ്റെ മിഡിലിലേക്ക് കയറ്റും. ഇങ്ങനെ അപ്പോൾ ഈ മിഡിലത്ത് നമ്മൾക്ക് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ താഴെ കൂടെ തന്നെ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് കറക്റ്റായിട്ട് കിട്ടും. പക്ഷേ എനിക്കത് നൂലിന് കെട്ട് വന്ന കാരണം അങ്ങനെ സംഭവിച്ച കേട്ടോ. ഞാൻ അതുകൊണ്ടാണ് ഇതിനെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അല്ല ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ ഇതൊക്കെ തിരിച്ചു കൊണ്ടുവന്നിട്ട് ഇതിനെ ഇതുമായിട്ടങ്ങ് യോജിപ്പിച്ച് കിട്ടും. ഈ ഒരു സ്റ്റെപ്പിൻ്റെ ആവശ്യം നിങ്ങൾക്കില്ല കേട്ടോ. കാരണം ഇനി ചെയ്യാൻ പോകുന്നത് നമ്മൾ
ഇതിൽ അറ്റാച്ച് ചെയ്യുമ്പോഴും നമുക്ക് അങ്ങനെ ചെയ്യേണ്ടതാണ്, കെട്ടിടേണ്ടതാണ്. ഞാൻ എന്ത് ചെയ്യും, ഈ നൂല് കൊണ്ട് തന്നെ ഇതിനെ അറ്റാച്ച് ചെയ്യും. ഒരു റോസാപ്പൂവായില്ലേ. എന്താ ഇതിലേക്ക് വെക്കും. ഇതിലേക്ക് വെച്ചിട്ട് ഇതിനെ ഇവിടെ നമ്മൾ തയ്ക്കുക വേണ്ടുന്നത്. ഞാൻ ചെയ്യാൻ പോകുന്നത്, എനിക്ക് നിങ്ങൾ നൂലിനകത്ത് സൂചി പോലെ തയ്ച്ചാലും മതി. ഞാൻ കാണിച്ചു തരാം എങ്ങനെ ചെയ്യേണ്ടതെന്ന്. നൂലിനകത്ത് വെച്ച് തന്നെ നിങ്ങൾ കാണിക്കാണ്ട് നിങ്ങൾ നൂല് കൊണ്ടായിരിക്കുമല്ലോ വെച്ച് ഇതിനെ ഞാൻ കട്ട് ചെയ്യാം. ഞാൻ വിചാരിച്ച് ഇത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നേ. കൂട്ടതെ പിന്നെ ഇതെടുക്കുക. ഇതിൻ്റെ ബാക്ക് നല്ല സ്പേസ്, നല്ല ഇത് ഇവിടെ ആയിരിക്കണം. ഇതിൻ്റെ അകത്തെ തയ്യലിൻ്റെ ഇതിനകത്ത് ഇത് വെക്കുക. ഇങ്ങനെ വെച്ചിട്ട് ഈ സൂചി കൊണ്ട് ഈ സ്പേസില്ലേ, ഈ നടുക്കൂടുള്ള സ്പേസിൽ നിന്ന് ഇട്ടിട്ട് ഇതിനെ ഇതിൻ്റെ എക്സാക്റ്റ് നടുക്കൂടെ തന്നെ എടുക്കുക. എടുത്തിട്ട് ഇവിടെ കുറച്ച് അകലം നിങ്ങൾക്ക് മറ്റേ നൂല് വിട്ട് ചെയ്യാം, ഗ്രീൻ നൂല് വേണമെങ്കിൽ. ഇതിന് ബാക്ക് സൈഡ് ആയതുകൊണ്ട് കുഴപ്പമില്ലാണ്ട് കുറച്ച് വിടുക ഇവിടെ, ഒരു കെട്ടിനുള്ളത്. എന്നിട്ട് ഒരു പ്രാവശ്യം കൂടെ ഇവിടുന്ന് താഴേക്ക് എടുക്കുക. എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇതിനെ ഇവിടെ നമ്മൾക്കിതിനെ കെട്ട് ചെയ്യാം. നൂല് വേണമെങ്കിൽ അങ്ങ് കുറച്ച് കണ്ടിച്ച് കളയാം. കട്ട് ചെയ്യാൻ. എന്നിട്ട് ഇവിടെ ഇതിങ്ങനെ അങ്ങ് കൂട്ടി കിട്ടുക. ഇവിടെ ഒരു ഗ്രീൻ, ഈ കളർ തന്നെ എടുത്താലും കുഴപ്പമില്ല, ഈ കളർ എടുത്താലും കുഴപ്പമില്ല കേട്ടോ. ഇതിനെ കുറച്ച് ഒരുപാട് അങ്ങോട്ട് മുറുക്കരുത്. ഒരുപാട് മുറുക്കി കഴിഞ്ഞാൽ ചിലപ്പം അതിൻ്റെ ഷേപ്പൊക്കെ അങ്ങ് പോകും. സ്ലൈറ്റ്ലി മുറുക്കുക. ഇതൊരു ശകലം പ്രോസസ്സിൽ എംബയായി. എനിക്ക് ആ നൂലേ പട്ടി വന്നതുകൊണ്ട്, അല്ലെങ്കിൽ ഇത്രയും പ്രോസസ്സ് പോകില്ലായിരുന്നു. നിങ്ങൾ ആ നൂലാദ്യം ഇടുമ്പോൾ തന്നെ ഇച്ചിരി ലെമ്പ നൂലിട്ടേക്കണം. നമ്മൾ റോസിനുണ്ടാക്കി കഴിയുമ്പോൾ മടക്കുന്നതിന് മുമ്പ് കട്ട് ചെയ്യൂലേ, അപ്പം കുറച്ച് ഏറെ അങ്ങ് വിട്ടാൽ മതി. അപ്പം നിങ്ങൾക്ക് അതേ തന്നെ എല്ലാം ചെയ്യാൻ പറ്റും. ആ ഒരു നൂല് അങ്ങനെ ഇതൊരു പെറ്റലായി. പിന്നെ ഇനി ഇതിനെ ഒന്ന് ഇങ്ങോട്ടൊക്കെ ഒന്ന് വലിച്ച് ഒന്ന് സെറ്റ് ചെയ്തെടുത്താൽ മതിയല്ലോ. ഓക്കെ, ഇന്നത്തെ വീഡിയോ പൂവുണ്ടാക്കുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾക്ക് നെക്സ്റ്റ് ഒരു നല്ല പ്രൊജക്റ്റുമായിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ, ടേക്ക് കെയർ ഓൾ, സി യു.